ഒട്ടും ഔചിത്യബോധമില്ലാത്ത ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. നമ്മളിപ്പോൾ മരണ വീട്ടിൽ ചെന്നാൽ എങ്ങനെയാണ് പെരുമാറുക? ബഹളം ഉണ്ടാക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, പൊട്ടിച്ചിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പെരുമാറ്റം വരിക. ഇവിടെ പ്രളയം വരുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോകുന്നു എന്ന് പ്രവചനങ്ങളുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞു. 5 ദിവസമായി. നമ്മുടെ മുഖ്യമന്ത്രി ഈ സമയത്തും എന്താ ചെയ്യുന്നത്? ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ചില സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോവുകയാണ്. ഒരു ജുവലറി ഉദ്ഘാടനം ചെയ്യണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വെള്ളപ്പൊക്കം വന്ന ആളുകൾ ബുദ്ധിമുട്ടുന്നതിന് അതിനാണോ പ്രയോറിറ്റി, അതോ ഇതുപോലുള്ള കാര്യത്തിലാണോ? അത് അദ്ദേഹം മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മായച്ചന് അസുഖമാണ്. അപ്പോൾ അവിടെ പോകണം. അവിടെ പോയി വെള്ളപ്പൊക്ക സ്ഥലത്ത് ചെന്ന ആളുകളെ ആശ്വസിപ്പിക്കണോ അതോ അവിടെ പോകണോ? അത് മറ്റൊരു കാര്യമാണ്. വേറൊരു സുഹൃത്ത് അദ്ദേഹത്തെ ഉച്ചയാഹാരത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. 3 മണിയായിട്ടും എത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോയി ആഹാരം കഴിച്ചു. ഇതെന്തൊരു ഔചിത്യബോധമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2018 ഞങ്ങൾ കുറേ പേര് രാപകലില്ലാതെ ഈ ക്യാമ്പുകളിലും സതീശനും അതിൻ്റെ അകത്തുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പോയപ്പോൾ ചിലപ്പോൾ ആഹാരം താമസിച്ചു പോകും, കഴിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതിനെന്താ? ജുവലറി ഉദ്ഘാടനത്തിന് പോയില്ലെന്താ? ഒരു കുഴപ്പമില്ല, അവിടെ വേറൊരാൾ നടത്തിക്കോളും. ഇങ്ങനെ ഒരു അത്യാവശ്യമുണ്ട്, അവിടേക്ക് പോവുകയാണെന്ന് പറയാം. സുഹൃത്തിൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ പോയാലും അതുപോലെ തന്നെ പറയാം. അമ്മായച്ചനോടും പറയാം, ഞാൻ ഇന്ന സ്ഥലത്താണ്, പോയിട്ട് വരുന്ന വഴി വരാം എന്നിങ്ങനെയും പറയാം. അപ്പോൾ അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹം ഉടനെ തന്നെ പിണറായി വിജയനെ അദ്ദേഹം ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്നതിൻ്റെ. അപ്പോൾ അത് അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞ്, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ പറയുകയുമില്ല എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ഒക്കെ സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം ആലോചിക്കണം. ഇതിനെ ഔചിത്യബോധമില്ലായ്മ, മര്യാദയില്ലായ്മ എന്നൊക്കെയാണ് പറയുക. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം ഉടനെ കൈ തൊഴുതി പിടിച്ചുകൊണ്ട് പറയുകയാണ്, ആഹാരം കഴിച്ചു അത് വലിയ തെറ്റാണോ എന്നാണ്. ആഹാരം കഴിച്ചതല്ല പ്രശ്നം. ആഹാരം അവിടെ ക്യാമ്പിൽ ചെന്നാലും കിട്ടുമായിരുന്നു, അതല്ല പ്രശ്നം. ആദ്യം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആഹാരം കഴിച്ചു എന്ന് ഒരു 10-20 പ്രാവശ്യം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. നാണക്കേട് തോന്നിപ്പോകും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്. പിന്നെ ദേശാഭിമാനി, പിന്നെ അവരുടെ പണി എന്താണ്? ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പത്രങ്ങളാണ്. അതൊന്നും നിങ്ങളുടെ മടിത്തട്ട് മാധ്യമങ്ങളല്ല. അവർ ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ കയറി ദേശാഭിമാനി ചോദിക്കുന്നു. അങ്ങ് എന്തൊരു കപടവിനയമാണ്. ഏത് കാര്യം നിങ്ങൾ ചെന്ന് എത്തിക്കുന്നത് എവിടെയായിരിക്കും? സംസാരിച്ച് വരുമ്പോൾ എല്ലാം പിണറായി വിജയനിൽ എത്തിക്കുന്നത്. എന്താ ഇപ്പോൾ പിണറായി വിജയൻ എത്തിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം പാർട്ടി സമ്മേളനത്തിന് പോയിട്ടുണ്ട്, ഞാനങ്ങനെയാണോ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഔചിത്യബോധമില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറയുന്നത്. ഒരു പ്രയാസത്തിന് അർഹതയില്ല. നിങ്ങളുണ്ടാക്കിയെടുത്ത കപട വിരോധമാണ് ഈ പാർട്ടിക്കാരായ ആളുകളെല്ലാം, കോൺഗ്രസ്സുകാരായ ആളുകളെല്ലാം പിണറായി വിജയനെതിരെ ഇതുവരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ട്, ഇന്നല്ല 1-2 ദിവസം മുമ്പാണ്, എല്ലാവരും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് അണിനിരന്ന് ഈ ദുരന്തത്തെ അതിജീവിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
അതാണ് ഔചിത്യബോധം. അപ്പോൾ ഔചിത്യബോധം കുറച്ചുണ്ടാവണം. ഇദ്ദേഹത്തിന് ഔചിത്യബോധമില്ലെങ്കിൽ ഔചിത്യബോധമുള്ള ഒട്ടേറെ പേർ കോൺഗ്രസ്സിലുണ്ടല്ലോ. VM സുധീരനുണ്ട്, AK ആൻ്റണിയുണ്ട്, നമ്മുടെ കേന്ദ്രത്തിൽ അദ്ദേഹമുണ്ട്, വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, K മുരളീധരനുണ്ട്. ഇവരൊക്കെ ഇല്ലേ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് ഇദ്ദേഹത്തെ തിരുത്തുന്നില്ല? ഇദ്ദേഹം ഇങ്ങനെ പോയാൽ കേരളത്തെ നാറ്റിച്ചേ അടങ്ങുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തെ ആരെങ്കിലും ഒന്ന് ഉപദേശിക്കണം. അത് ദേശാഭിമാനിയായാൽ അദ്ദേഹം പിണങ്ങും, അദ്ദേഹം കൈകൂപ്പും, അങ്ങ് ഇങ്ങ് എന്നൊക്കെ പറഞ്ഞ് ചില കോപ്പിരാട്ടികളൊക്കെ കാണിക്കും. കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. നിങ്ങളോട് കേരളത്തിൽ ആർക്കും വിരോധമില്ല, നിങ്ങളുടെ പെരുമാറ്റ പ്രശ്നം മാത്രമാണ് പ്രശ്നം. ജ്വല്ലറിയുടെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളെന്താ പറഞ്ഞിരുന്നത്? ജ്വല്ലറിക്കാർ കൃത്യമായിട്ടുള്ള ടാക്സ് അടയ്ക്കുന്നില്ല എന്ന് അല്ലേ? അധികാരം കിട്ടിയാൽ എന്ത് ചെയ്യും? അതെല്ലാം അവരുടെ കുടിശ്ശികളെല്ലാം കൃത്യമായി ടാക്സ് അടപ്പിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ നിങ്ങളാണ് അവരുടെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോയി നിന്നത്, അത് ഹെലികോപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ കപട വിനയബോധം, ഔചിത്യമില്ലായ്മ ആരെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. അത് ക്ഷമയോട് കേട്ട് തിരുത്തുകയാണ് വേണ്ടത്. അല്ല കിട്ടുന്ന വടിയെല്ലാം ദേശാഭിമാനിക്കെതിരെ എറിയുക, കൈരളിക്കെതിരെ എറിയുക, പിണറായി വിജയനെതിരെ എറിയുക, CPM-നെതിരെ എറിയുക എന്ന് പറയുന്ന വില കുറഞ്ഞ പരിപാടി മാറ്റി വെച്ചിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾ ഭരിക്കൂ. അപ്പോഴേ നിങ്ങൾക്ക് ഭാവി ഉണ്ടാവുള്ളൂ. താങ്ക് യു.